റെഡിയായി എൻ്റെ ഭാഗത്തേക്ക് വന്നു ഷെബികുട്ടൻ. രാത്രി റിസപ്ഷൻ ഉണ്ട്. അളിയൻ്റെ ഷെയ്ബിൻ്റെ അളിയൻ്റെ. ഓക്കെ ഇറച്ചിയുടെ ചോര കട്ടായി ഗൈസ്. നമ്മൾ നിശാമാക്കയുടെ വീട്ടിൽ പോവാണ് ഇപ്പോൾ. ഗൈസ് നമ്മളങ്ങനെ അടുത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി റിസപ്ഷന് സെമീൽ ഖാൻ്റെ അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ പോവാം. ഗൈസ് നമ്മൾ സെമീൽ ഖാൻ്റെ അവിടുത്തെ ബട്ടൂരിൻ്റെ പൊറോട്ടൻ്റെ ബിരിയാണി റോസ്റ്ററുണ്ട്. ഇത്രയും ഞാൻ കണ്ടു. ഇനി ബാക്കി നോക്കാൻ ബിരിയാണി. ചെറുക്കൻ സെമീൽ CP, പെണ്ണ് ഹിബാൻ അവർ. നമ്മൾ പെണ്ണ് വീട്ടുകാരാണ്. ഗൈസ് മോതിരം കിട്ടി ഗൈസ്. എൻ്റെ മോതിരം ഒരു വേസ്റ്റ് ബിന്നിലാണ് വീണത്. ടിഷ്യൂടൊപ്പം കുറേ തപ്പിട്ട് കിട്ടിയില്ല. അവസാനം കിട്ടി പറഞ്ഞ് വിളിച്ചു ഗൈസ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻറ്റീരിയർ കണ്ടില്ല, കണ്ട ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള ബാക്കി പരിപാടി. നമ്മൾ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ സിറ്റ് ഔട്ട് ഉണ്ട്, സോഫയായിട്ട്, എക്സെപ്റ്റ് ഗ്ലാസ് ഡോറ്. ഇതാണ് നമ്മളെ ഹാള്. നല്ല ചാൻഡിലിയറൊക്കെ ഉണ്ട്. പിന്നെ ഇതിവിടെ കയറിയാൽ ഇതും ഒരു ഹാളാണ്. പണ്ട് ഇവിടെ ഇരുന്നു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു. സ്റ്റെപ്പിൻ്റെ ഇവിടുത്തെ ഇതാണ് ഞങ്ങളെ റൂം. കാരണം അങ്ങനെ മെസ്സിയായിട്ട് കിടക്കുക. ഞങ്ങളെ റൂം അറ്റാച്ച്ഡ് ഒരു ബാത്റൂമുണ്ട്. നേരെ ഫ്രണ്ട് കാണുക അതൊരു കോമൺ ടോയ്ലറ്റാണ്. ഇത് വാപ്പമ്മയുടെ റൂമാണ്, പക്ഷെ വാപ്പമ്മ ഇപ്പോൾ ഉറങ്ങുകയാണ്. പിന്നെ ഇങ്ങനെ വന്നാൽ ഇവിടെ 2 വാഷ് ബേസ് ഉണ്ട്. നേരെ വന്നാൽ ഇതാണ് ഡൈനിങ് ഹാള്. അവിടെ ഒരു റൂമുണ്ട്. അവിടെയാണ് നമ്മൾ ചിപ്പിയാണ് കിടക്കുന്നത്. ഇവിടെ ഒരു അക്വേറിയമുണ്ട്. ഇവിടെ ഒരു മിററുണ്ട് സ്റ്റെപ്പിൽ. ഇത് മുൾട്ടിത്താത്താടെയും ആഷിക്കാക്കയുടെ റൂമാണ്. ഇവിടെ എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്. ഇത് വാപ്പച്ചിമ്മച്ചിയുടെ ഡ്രസ്സിങ് റൂമും ഗസ്റ്റ് ബെഡ്റൂമൊക്കെയാണ്. ഇത് വാപ്പച്ചിയുടെ ബാൽക്കണിയാണ്, അവിടെ ഇരിക്കൽ. ഇത് അവരുടെ ബെഡ്റൂം. ബാൽക്കണിയിൽ നിന്ന് ബെഡ്റൂമൊക്കെ ഡോറുണ്ട്. പുറത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡോറുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പ് കയറിയത് മേലെയാണ് കാക്കച്ചിയുടെ റൂം. ഇതാണ് കാക്കച്ചിയുടെ മിൻതാത്തൻ്റെ റൂം. അപ്പോൾ ഓക്കെ, ആ പരിപാടിയാണ് കഴിഞ്ഞില്ല. നൈറ്റ് വൈബ്സ് ശ്രദ്ധിക്കാൻ പോവാണ്. ഇങ്ങനെ വരണട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയല്ലോ. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.